ഹലോ ഗൈസ്, വെൽക്കം ടു ആഷസ് ഗാർഡൻ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോണത് നമ്മുടെ ഗാർഡൻ്റെ മേക്ക് ഓവർ പാർട്ട് 1 ആണ്. സോ പാർട്ട് 1 ഞാൻ വിചാരിച്ചു ഈ കാണുന്ന ഒരു വെർട്ടിക്കൽ ഗാർഡൻ ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കാമെന്ന്. ഇത് പൊതുവെ എല്ലാ വർഷവും ഉണ്ടാവുന്ന ഒരു ഇതാണ്. കാരണം മഴ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില പ്ലാന്റ്സ് ഭയങ്കരമായിട്ട് ഇങ്ങനെ വളർന്നിരിക്കും, ചിലത് എല്ലാവരും പൊഴിഞ്ഞ് ഒന്നുമില്ലാണ്ടാവും. ഇത് ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ആകെ എനിക്ക് തോന്നുന്നു ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു പ്ലാന്റും ഇതൊരു വൈറ്റ് ഫ്ലവർ ഉണ്ടാവണേണ്. പിന്നെ മുകളിലുണ്ടായിരുന്ന വയലറ്റ് ചെടിയാണ്. ബാക്കി എല്ലാത്തിനും നമുക്കൊരു റീപ്ലാന്റിങ്ങും റീപോട്ടിങ്ങും ഒക്കെ വേണ്ടി വരാറുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ തുടങ്ങിയേക്കുന്നത് കട്ട് ചെയ്യാനായിട്ടാണ്. ഈ ഒരു ടർട്ടിൻ വൈൻ പോലത്തെ വയലറ്റ് കളർ സംഭവം ഞാൻ ഭയങ്കരമായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ശരിക്കും ബാക്ക് സൈഡിലോട്ട് വളർന്നു ഗൈസ്. കാരണം ബാക്ക് സൈഡിലും മറ്റേ ഫ്രണ്ടിനേലും കൂടുതൽ ബാക്ക് സൈഡിലോട്ട് വളർന്ന് കിടപ്പുണ്ടായിരുന്നു. ഇനി ഇത് വളർന്നിട്ടുണ്ടെങ്കിൽ ഇത് അടിയിലുള്ള ചെടികളെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഞാനത് ബാക്കിൽ നിന്നും ട്രിം ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ശരിക്കും ആ ബാക്കിൽ നോക്കുമ്പോൾ അവിടെ മണൽത്തിരി പോലത്തെ കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ റൂട്ടൊക്കെ അവിടെ ഇങ്ങനെ ഫുള്ളായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ ഞാൻ കട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ഇതിൽ ആ കട്ട് ചെയ്തത് തന്നെ ഞാൻ കുറച്ചെടുത്ത് ഇതിൻ്റെ ഉള്ളിലോട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഉള്ളി പ്ലാന്റ് പോലത്തെ, ഞാൻ അങ്ങനെ വിളിക്കുന്നത് ഉള്ളി പ്ലാന്റ്. കാരണം എനിക്ക് കറക്റ്റ് ഇതിൻ്റെ പേരറിഞ്ഞൂടാ, പക്ഷേ എല്ലായിടത്തും കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ വൈറ്റും ഉണ്ട്, പിങ്കും ഉണ്ട്. ആൻഡ് പിന്നെ ഇത് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കണുള്ളൂ. ഇതിൽ ഞാൻ വേറെ ഒന്നും ചെയ്യാറില്ല, ജസ്റ്റ് മുകളിലോട്ട് വരുന്ന സംഭവങ്ങളൊക്കെ കട്ട് ചെയ്ത്. ഇതൊരു അത്യാവശ്യം നല്ലൊരു പ്ലാന്റാണ് ഗൈസ്. കാരണം നമ്മൾ വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് നല്ല ബുഷിയായിട്ട് വരും. കണ്ട ആ പോട്ട് മുഴുവനും അത് ഫുള്ളായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഓൾമോസ്റ്റ് കുറച്ചൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു 3 റോ ഞാൻ കട്ട് ചെയ്ത് ഇത് റെഡിയായി. പിന്നെ ഇതൊരു അടിപൊളി പ്ലാന്റാണ് കേസ്. ഇത് എല്ലാ മഴയത്തും എൻ്റെ നിന്ന് പോകും. അവസാനം 2 തൈയാവും. അത് ഞാൻ പിന്നെയും നടും. അപ്പോൾ ആ വെയിലൊക്കെ വരുമ്പോൾ അത് പിന്നെയും ഫുള്ളായിട്ട് വരും, ചെടിച്ചട്ടി മുഴുവനായിട്ട് വരും. പിന്നെയും അത് മഴയത്ത് പോകും, പിന്നെയും ഞാൻ നട്ടു വയ്ക്കും. ഇങ്ങനെ ഒരു 4 വർഷമായി എനിക്ക് തോന്നുന്നു ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്പൈഡർ പ്ലാന്റാണ് ഗൈസ്. ഇത് ഞാൻ ഒരു തൈ കൊണ്ടുവന്ന് നട്ടിട്ടുണ്ട്, പക്ഷേ ഇതിപ്പോൾ കുറേ ഉണ്ട് എൻ്റെ അടുത്ത്. സ്പൈഡർ പ്ലാന്റ് എനിക്ക് കുറേ ഉണ്ട്. ഞാൻ ഹാങ്ങിങ് ആയിട്ട് നട്ടിട്ടുണ്ട്. ഹാങ്ങിങ്ങും ഇപ്പോൾ ഏകദേശം ചവാറായിട്ടുള്ളൊരു നിലയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് പ്ലാന്റ്സൊക്കെ എൻ്റെ തൈ ഇങ്ങനെ വരുമല്ലോ, അതൊക്കെ ഞാനിങ്ങനെ എടുത്തു. പിന്നെ ഞാൻ വെർട്ടിക്കൽ ഗാർഡനിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് റീപ്ലാന്റ് ചെയ്യണം. പിന്നെ ഈ ഒരു ഹാങ്ങിങ്ങും മാറ്റണം. ആൻഡ് ഇതാണ് ഞാനൊരു ലാസ്റ്റ് റോയ്ക്ക് ഞാൻ മണി പ്ലാന്റ് കൂടി വെച്ചിട്ടുണ്ട് ഗൈസ്, മാർബിൾ ടൈപ്പുള്ള മണി പ്ലാന്റ്. ആൻഡ് ഈ ഒരു പ്ലാന്റ് ഞാൻ എപ്പോഴും കട്ട് ചെയ്ത് കൊടുക്കാറാണ്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഞാൻ ആ ഒരു പോട്ടിൻ്റെ ഉള്ളിൽ തന്നെ പ്ലാന്റ് ചെയ്ത് വെക്കും. കാരണം ഇതിങ്ങനെ വെയിലിൻ്റെ സൈഡിലോട്ട് ചായും. അപ്പോൾ ആ ഒരു ചെടിച്ചട്ടിയുടെ ഉള്ളിൽ നിന്ന് പുറത്ത് വരും. ആൻഡ് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പണി കിട്ടി ഗൈസ്. ഇത് ശരിക്കും പറഞ്ഞാൽ മമ്മിയുടെ ഫിഷ് കട്ടറാണ്. ഞാനത് അടിച്ചു മാറ്റി കൊണ്ടുവന്നിന്. ഇതെങ്ങാനും ചീത്തായിട്ടുണ്ടെങ്കിൽ തീർന്ന്. ആദ്യം ഞാനൊന്ന് പേടിച്ചെങ്കിലും കുഴപ്പമില്ല ഗൈസ്. ഇത് ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ മതി, അത് ഓക്കെ, റെഡിയായി, ബാക്ക് ടു നോർമലായി. അല്ലെങ്കിൽ പണി പാളിയാനെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയണത്. ഒരു വെർട്ടിക്കൽ ഗാർഡൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മളിതെല്ലാവരും ട്രിം ചെയ്ത് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് കുറച്ച് പ്ലാന്റ്സൊക്കെ മാറ്റി കുറച്ച് പ്ലാന്റ്സൊക്കെ വെച്ചു. അങ്ങനെ വെർട്ടിക്കൽ ഗാർഡൻ 1 സെറ്റായി ഗൈസ്. ഇനി നമുക്ക് ബാക്കി എല്ലാവരും ശരിയാക്കാനുണ്ട്. അത് നമുക്ക് ടൈം കിട്ടുന്ന അനുസരിച്ച് നമുക്ക് ശരിയാക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വെർട്ടിക്കൽ ഗാർഡൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതൊരു 3-4 വർഷമായി ഞാനിതിങ്ങനെ വെച്ചിട്ട്. ആൻഡ് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ അടുത്ത പാർട്ടിൽ കാണാം. അടുത്ത പാർട്ടിൽ നമുക്ക് വേറൊരു സാധനം ശരിയാക്കാം. ഓക്കെ, ബൈ.